രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് ബിൽ ഇൻ എ പാർലമെന്ററി സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മളിത് അറിഞ്ഞിരിക്കണം, എന്താണ് പ്രൈവറ്റ് ബിൽ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ലക്ഷ്മികാന്ത് അല്ലേ ഫോളോ ചെയ്യുന്നത്, അപ്പൊ അത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടും. സപ്പോസ് അറിയത്തില്ലെങ്കിൽ കൂടെ ജസ്റ്റ് ഒക്കെ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക, പ്രൈവറ്റ് ആണ്, ഓക്കെ, പബ്ലിക് അല്ല, അപ്പൊ ഗവൺമെന്റ് അല്ല, അപ്പം മിനിസ്റ്റേഴ്സ് അല്ല, ബില്ലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാല് ഓർഡിനറി ബില്ലുമായിട്ട് വേണേൽ നമുക്ക് കമ്പയർ ചെയ്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, പ്രൈവറ്റ് ബില്ല് മാത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾ പ്രൈവറ്റ് ബില്ലിനെ പറ്റി മുഴുവൻ കൺസെപ്റ്റും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രൈവറ്റ് ബില്ലിന്റെ മുഴുവൻ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായി വായിക്കുക. അതായത് ഇപ്പം ഒരു ബില്ല് മിനിസ്റ്റർ അല്ലാത്ത ആരെങ്കിലും അത് ഇനിഷ്യേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ബില്ലായിട്ട് കൺസിഡർ ചെയ്യും. ഒരു കാര്യം പ്രത്യേകം കൊടുക്കുക, എപ്പോഴും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ പ്രൈവറ്റ് മെമ്പറിന് അവതരിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങൾ പ്രസന്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് പ്രൈവറ്റ് മെമ്പറിന് അവതരിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് നോക്കൂ. ജസ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറിയാവുന്ന കാര്യമുള്ളൂ, എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് പ്രൈവറ്റ് മെമ്പറിന് അവതരിപ്പിക്കാം, അതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, ആ ഒരു പോയിന്റ് വളരെ നല്ലൊരു പോയിന്റ് ആണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വെദർ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ, എ പ്രൈവറ്റ് മെമ്പർ ക്യാൻ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് ദാറ്റ്. ഓക്കെ, പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പം ഒരു 7 ദിവസത്തെ മാത്രം പ്രയോറിറ്റിയെ വരുന്നുള്ളൂ ഒരു നോർമൽ ഓർഡിനറി ബിൽ, അതായത് പബ്ലിക് ബിൽ, ഗവൺമെന്റ് ബില്ലിന്. നമുക്ക് ഇപ്പൊ സ്പീക്കറിന് നമുക്ക് ഒരു ബില്ല് സമർപ്പിക്കുന്നതിന് കൃത്യമായ നിയമം ഉണ്ടല്ലോ. അപ്പം ഈ ഇൻട്രൊഡക്ഷന് മുന്നേ നമ്മളൊരു പ്രയർ നോട്ടീസ് കൊടുക്കണം. അത് 7 ദിവസം മുന്നേ കൊടുത്താൽ മതി, ഒരു ഓർഡിനറി ബില്ലാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരു പ്രൈവറ്റ് ബില്ലിന് കൊടുക്കണമെങ്കിൽ, അതായത് നോൺ മിനിസ്റ്റർ ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മാസം മുന്നേ അതിന്റെ നോട്ടീസ് കൊടുക്കണം. അപ്പൊ ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. ആ ഒരു വ്യത്യാസം പഠിച്ചാൽ തന്നെ ഫുൾ കൺസെപ്റ്റ് ക്ലിയർ ആവും. ഈ അതുപോലെ ഒരു കാര്യം ഓർക്കേണ്ടത്, എന്താ, the last time private bill was passed in 1970. ഓക്കെ, റീസെന്റ് ഒരുപാട് ബില്ല് വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പാസ്സായിട്ടില്ല. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഇതുവരെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രൈവറ്റ് ബില്ല് നടന്നിട്ടേ ഇല്ല. അങ്ങനെ വേണമെങ്കിൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, പക്ഷെ തെറ്റാണ്. കാരണം നമുക്കൊരു ടൈം ഉണ്ടായിരുന്നു, ഏത് ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതായത് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബില്ലൊക്കെ, അതായത് ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ കൂടെ നമ്മളത് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ ഈ പ്രൈവറ്റ് ബിൽ എന്ന് പറയുന്നത് ഇതിന് മുന്നേ പാസ്സായിട്ടുണ്ട്. ലാസ്റ്റ് പാസ്സായത് 1970-ലാണ്. അങ്ങനെയുള്ള ഒരു കാര്യം ഓർത്ത് വെക്കുക. സോ ഫാർ 14 എണ്ണം പാസ്സായിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു കേസ് ആയതുകൊണ്ട് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷനും കൂടെ ഓർത്ത് വെക്കുക. സോ ഫാർ 14 എണ്ണം ഇങ്ങനെ പാസ്സായിട്ടുണ്ട്, അത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി രാജ്യസഭയിലും ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബില്ല് പോസിബിൾ ആണ്. ഇതിനെല്ലാം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൃത്യമായ ഒരു ദിവസം അലോക്കേറ്റ് ആണ്, ആഴ്ചയിൽ ഒരു കൃത്യമായ ദിവസം. ഇപ്പൊ രാജ്യസഭ ആണെങ്കിൽ ഫ്രൈഡേ ആണ് അതിന് അലോക്കേറ്റഡ് ആയിട്ടുള്ള ദിവസം. ആ ഒരു കൃത്യം ദിവസം ഇത്തരത്തിലുള്ള ബില്ലുകൾ അവര് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതാണ് പാർലമെന്റ് ബില്ലു, ഒരു പ്രൈവറ്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊന്ന് മൊത്തം വായിച്ചാൽ മതി, ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ സിമ്പിൾ ആണ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് were the key recommendations of Sarkaria Commission regarding the appointment of governors in Indian state? അപ്പം നിങ്ങൾ ആലോചിക്കും, ഈ കമ്മീഷൻ എല്ലാം കൂടെ എങ്ങനെയാ പഠിക്കുക എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണെന്നറിയോ, കേസിന് നമുക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ അങ്ങനെ ഒരു കമ്മീഷൻ റെക്കമെൻഡേഷൻ സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൊടുത്തത്. അപ്പൊ ഓർത്ത് വെക്കുക, എന്തുകൊണ്ട് സർക്കാരിയ കമ്മീഷൻ? ഓക്കെ, ആദ്യം നിങ്ങളൊരു പ്രശ്നം മനസ്സിലാക്കണം. ഈ ഗവർണറിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇത്ര പ്രശ്നം? കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് പ്രൊവിഷൻസ് പറയുന്നുണ്ട്. എന്താ, ഇയാൾ ഒരു സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായ ഒരാളായിരിക്കണം, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്നുള്ള ഒരാളാവാൻ പാടില്ല, അതുപോലെ MP-യോ MLA-യോ ആവാൻ പാടില്ല. ഇങ്ങനെ ഒരു 4 ക്രൈറ്റീരിയ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട് ഗവർണർ ആവണമെങ്കിൽ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. അയാളെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രശ്നം കാരണം തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ ക്രൈസിസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനും കേരള ഗവൺമെന്റുമായിട്ട് നടക്കുന്ന ഒരു ടസിൽസ് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം. ഇനി ഇതിന് മുന്നേ നമുക്കിപ്പം ഒരു ഗവൺമെന്റ് മാറി അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ പെട്ടെന്ന് ഈ ഗവർണറിനെ എല്ലാ സ്ഥലം മാറ്റും. അതായത് അവരുടെ ഒരു യൂണിയന്റെ ആളാരാണോ അവരെ വെക്കാനായിട്ട് നോക്കും. അത് ഏത് ഗവൺമെന്റ് വന്നാലും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും.
അപ്പൊ ഈ ഒരു പ്രശ്നം കാരണമാണ് ഇത്തരത്തിലുള്ള കമ്മീഷൻസ് വന്നിട്ടുള്ളത്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് കമ്മീഷൻ. അതിന് മുന്നേ രാജ്മന്നാർ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്മീഷൻ വന്നിട്ടുണ്ട്. അപ്പം ഇതിലൊരു ചെറിയ വ്യത്യാസം കൂടെ ഞാൻ പറയാം. ഈ രാജ്മന്നാർ കമ്മീഷനകത്ത് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 356 ഉണ്ടല്ലോ, അതായത് നമ്മുടെ പ്രസിഡന്റ് റൂളിനുള്ള ആർട്ടിക്കിൾ, ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം, ഈ ഒരു സാധനം കൊടുക്കരുത് എന്നാണ് രാജ്മന്നാർ കമ്മീഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം എന്തായാലും യൂണിയൻ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല, ഉറപ്പല്ലേ? കാര്യം അവരുടെ ഒരു പവർ അല്ലേ, ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ എന്താ സ്റ്റേറ്റിന്റെ ലെജിസ്ലേഷനെ തട്ടിക്കൊണ്ട് യൂണിയന് അതിന് മുകളിലേക്ക് ഒരു അധികാരം സ്ഥാപിക്കാനുള്ള ഒരു അവസരമാണല്ലോ അത്. അപ്പൊ അത് അവരെന്തായാലും സമ്മതിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ കമ്മീഷൻ വരുന്നത്, സർക്കാരി കമ്മീഷൻ. അപ്പൊ അവരെന്ത് പറഞ്ഞു? അപ്പൊ പുള്ളി കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് കളിച്ചു എന്നാണ് നമ്മൾ പറയാം. ഇവരിപ്പം 356 കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. സർക്കാരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത് ഈ 356 നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ എങ്ങനെയായിരിക്കണം? റെയർ കണ്ടീഷനിൽ മാത്രമായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ചേഞ്ച് വരുത്തി. അപ്പൊ അവർ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. പക്ഷെ സാഡ് പാർട്ട് ഈസ് വാട്ട് മീൻസ് ഇതൊന്നും കൃത്യമായി ഇതുവരെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇതിന് ശേഷവും കമ്മീഷൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട്. പക്ഷെ ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ പ്രൊവിഷൻസ് ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്കി ഇത്രയും പ്രൊവിഷൻസ് കൂടെ ഒന്നും എഴുതാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഓർത്തു വെക്കുന്ന എളുപ്പമുള്ള ഏതെങ്കിലും ഒരു 2-3 ഒരു 4 ഓർത്തു വെക്കുക. എന്നാലേ ഒരു 3 അവിടെ ചെല്ലുമ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. ബെറ്റർ ഒരു 4-5 പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇയാൾ കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാരി കമ്മീഷൻ കൊണ്ടുവന്ന കാര്യം, ഒന്ന് ഈ 356ന്റെ കാര്യം, അത് റെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ചീഫ് മിനിസ്റ്ററിന്റെ പവർ കുറച്ചും കൂടെ ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് സർക്കാരി കമ്മീഷൻ ശ്രമിച്ചു. അതായത് ഈ ഗവർണറിനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉറപ്പായിട്ടും ചീഫ് മിനിസ്റ്ററിനെ ഉൾപ്പെടുത്തുക. അതേപോലെ ഈ പ്രൊവിഷൻ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരിക. ഈ ചീഫ് മിനിസ്റ്ററിനെ ഇങ്ങനൊരു കാര്യത്തിൽ കൺസൾട്ടേഷൻ കൊണ്ടുവരണം എന്നുള്ള കാര്യം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ആയിട്ട് കൊണ്ടുവരിക. അതായത് നാളെ ഗവൺമെന്റിന്, യൂണിയൻ ഗവൺമെന്റിന് ഇത് തട്ടാൻ പറ്റരുത്. ഉറപ്പായിട്ടും സ്റ്റേറ്റിന് ഒരു വേർഡ് ഉണ്ടാക്കി എടുക്കുക. കാര്യം സ്റ്റേറ്റിന്റെ ഒരു നോമിനൽ ഹെഡ് ആണല്ലോ ഗവർണർ എന്ന് പറയുന്നത്. അയാളെ ആ ഒരു അത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന് അതിലൊരു വേർഡ് ഉണ്ടാക്കി എടുക്കുക. അതാണ് സർക്കാരി കമ്മീഷൻ നോക്കിയ ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ കമ്മിറ്റി ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, പിന്നെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീക്വന്റ് റിമൂവൽ ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഓഫ് ഗവൺമെന്റ് എന്ന് ഗവർണർ എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിനൊരു തടയിടാനായിട്ട് പുള്ളി ഒരു കാര്യം കൊണ്ടുവരാൻ നോക്കി, ഈ ടെന്യൂർ എന്നുള്ള ഒരു കാര്യം. അയാൾക്ക് കൃത്യമായ ഒരു ടെന്യൂർ കൊടുക്കുക. ഓക്കെ, ആ ഒരു ടെന്യൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് മാറുമ്പോൾ പെട്ടെന്ന് ഗവർണറിനെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ടെന്യൂർ കൊടുക്കുക. അതേപോലെ ഒരു റീസണബിൾ ആയിട്ടുള്ള പോസ്റ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റും കൂടെ നമ്മുടെ ഗവർണറിന് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം? കറപ്ഷൻ കുറയും, അല്ലെ? ആരോടെങ്കിലും ഉള്ള ഒരു ബാധ്യത നമുക്ക് കൂടുമ്പോൾ, നമ്മൾ ബാധ്യസ്ഥരായിരിക്കുമ്പോഴാണ് നമ്മൾ അവര് പറയേണ്ട കേൾക്കേണ്ടി വരിക. പക്ഷെ ഇയാൾ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോസ്റ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കുറച്ചും കൂടെ കൊടുക്കുന്നത് വഴി അവർ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആവും. അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ കൊണ്ടുവരാനായിട്ട് സർക്കാരി കമ്മീഷൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഗവർണർ കനോട്ട് ബി ഡിസ്മിസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആസ് ലോങ് ആസ് ഇറ്റ് കമാൻഡ്സ് ദ മെജോറിറ്റി ഓഫ് ദ അസംബ്ലി. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്നറിയോ? ആ ഒരു നമ്മുടെ എമർജൻസിയുടെ സമയത്ത് ഒരു നെഹ്റുവിയൻ എറയിലൊക്കെ ഇവർക്ക് ഇഷ്ടമല്ലാത്തൊരു പോളിസി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ കാരണം കാണിച്ച് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ തട്ടിയിട്ട് ഒരു പ്രസിഡന്റ് റൂളിലോട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് കർബ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ വെറുതെ അങ്ങ് ഡിസ്മിസ് ചെയ്യാൻ പറ്റത്തില്ല ആസ് ലോങ് ആസ് ഇറ്റ് എൻജോയ് ദ മെജോറിറ്റി ഇൻ ദ അസംബ്ലി. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷനോട് കൊണ്ടുവന്നു. അതായത് ഗവർണറിന് ഓവർ പവർ കൊടുക്കരുത്, സെയിം ടൈം ഗവർണറിന് കുറച്ച് ഇൻഡിപെൻഡൻസും കൊടുക്കണം. അതായത് എല്ലാ സൈഡും ഏകദേശം ഒന്ന് ബാലൻസ് ചെയ്തിട്ടുള്ള കുറെ അധികം നിർദ്ദേശങ്ങളാണ് സർക്കാരി കമ്മീഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ആഫ്റ്റർ ഡിമിറ്റിംഗ് ദ ഓഫീസ്, അതെന്താണെന്നറിയോ? ഡിമിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, റിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഇതൊരു നല്ല പോയിന്റ് ആണ്. അതായത് ഇപ്പം ഗവർണർ റിസൈൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഗവർണറിന് വേറെ ഒരു ഓഫീസും ഗവൺമെന്റിന്റെ കീഴിലുള്ളത് അപ്ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, എക്സെപ്റ്റ് പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ പൊസിഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഗവർണറിന് റിസൈൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്തൊരു ഗവർണറായിട്ട് ഒരു സെക്കൻഡ് ടേം ഗവർണർ ആയിട്ടുള്ള കാര്യം എൻജോയ് ചെയ്യാം. അല്ലാതെ വേറൊരു ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊസിഷനിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് അത് ഓർത്തു വെക്കുക.
356ന്റെ കാര്യം എന്തായാലും ഡെഫിനറ്റ്ലി ഓർത്തു വെക്കുക. ചീഫ് മിനിസ്റ്ററിന്റെ കാര്യം ഓർത്തു വെക്കുക. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കണം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ വെറുതെ അങ്ങ് എന്താ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, ദെൻ ഒമ്പതാമത്തെ പോയിന്റ്, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഡിസ്കസ് ഹൗ ദ സ്കോപ്പ് ഓഫ് പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ഇസ് വൈഡർ ദാൻ ദ പാർഡനിങ് പവർ ഓഫ് ഗവർണർ. അതായത് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ പ്രസിഡന്റിന്റെയും ഗവർണറിനെയും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കും. രണ്ടുപേർക്കും പാർഡനിങ് പവർ ഉണ്ട്. അതെ, ഓക്കെ. കമ്മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം. റിപ്രൈവ് ചെയ്യുക, സ്പൈറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. രണ്ടുപേർക്കും പാർഡനിങ്ങിനുള്ള പവർ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ കുറച്ചും കൂടെ വൈഡർ ആണ്. ഗവർണറിന് അത്രയും പവർ ഇല്ല. ഓക്കെ, ഈ സാധനം പ്രിലിംസിനും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. നിങ്ങൾ പഠിക്കുമ്പം രണ്ടിനും കൂടെ ചേർത്ത് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ഗവർണറിന്റെ പവറിനേക്കാളും കുറച്ചും കൂടെ മേലേക്ക് പ്രസിഡന്റിന് ഈ പവർ കൊടുക്കാൻ പറ്റുന്നത്? അതായത് നിങ്ങൾക്ക് നിർഭയ കേസിൽ വന്ന കേസ് അറിയാം. ഇപ്പൊ റീസെന്റ് വന്ന നമ്മുടെ രാജീവ് ഗാന്ധി മർഡർ കേസിൽ ആൾക്കാരെ വെറുതെ വിട്ടതുമായിട്ടുണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ അറിയാം. പത്രം വായിക്കണം, അപ്പം കറണ്ട് അഫയർ അപ്ഡേറ്റഡ് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റിന് റെലവൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പ്രസിഡന്റിന്റെ പവർ എന്ന് പറയുമ്പോൾ കോർട്ട് മാർഷലിലും കൂടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, യൂണിയനിലുള്ള എല്ലാ പവറിലും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ സെന്റൻസ് ഓഫ് ഡെത്തിലും ആപ്ലിക്കബിൾ ആണ്. അതായത് കോർട്ട് മാർഷൽ എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, ആർമിയുടെ കോർട്ട് മാർഷലിലുള്ള കാര്യങ്ങളിൽ ഗവർണറിന് ഇടപെടാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുപോലെ ഗവർണറിന് സ്റ്റേറ്റിന്റെ കീഴിലുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാനായിട്ട് പറ്റുള്ളൂ. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിൽ മാത്രമേ ഇടപെടാനായിട്ട് പറ്റുള്ളൂ. അത് ഓർത്ത് വെക്കുക. അതുപോലെ സെന്റൻസ് ഓഫ് ഡെത്ത്, അതായത് ഒരാളെ നമ്മൾ തൂക്കിക്കൊല്ലുന്ന അവസ്ഥയിൽ ഗവർണറിന് അത് പാർഡൺ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അത് പ്രസിഡന്റിന്റെ മാത്രം പവറാണ്. അതും ഓർത്തു വെക്കുക. അതാണ് ഇവര് തമ്മിലുള്ള മേജർ വ്യത്യാസം. ഇപ്പൊ ചില നമ്മൾ ഈ റെമിഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ കൃത്യമായിട്ട് പൊളിറ്റിയിൽ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പം റെമിഷൻ എന്നൊക്കെ ഉള്ള സാധനം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് ആണ്. ഇപ്പം ഒരു ഫീമെയിൽ ആയിട്ടുള്ള ആളാണ്, ഒരു പ്രഗ്നന്റ് ആണ്. ഇപ്പം കുറച്ച് നമ്മള് എന്താ ഇത്രയും നാള് ആള് ജയിലിൽ സർവൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് നാൾ അതിന് ലീവ് കൊടുക്കാം, അങ്ങനെ ഒരു കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ജീവപര്യന്തം എന്നുള്ളത് കുറച്ച് നമ്മുടെ അതിന്റെ ഡ്യൂറേഷൻ കുറച്ചു കൊടുക്കുക, കമ്മ്യൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ 5 പവറിൽ വരിക. ഓക്കെ, പാർഡനിങ് പവറിൽ വരിക. അതിൽ തന്നെ ഗവർണറിനേക്കാൾ കുറച്ചും കൂടെ പവർ കൂടുതലാണ് പ്രസിഡന്റിന്. അവിടെ എവിടെയാണ് വ്യത്യാസം വരിക? കോർട്ട് മാർഷലിന്റെ കാര്യം, പിന്നെ സ്റ്റേറ്റ് പവർ സ്റ്റേറ്റിന്റെ മാത്രമേ പറ്റുള്ളൂ ഗവർണറിന്. യൂണിയന്റേത് കംപ്ലീറ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ പ്രസിഡന്റിന് പവർ ഉണ്ട്. അതുപോലെ സെന്റൻസ് ഓഫ് ഡെത്ത്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, അതുപോലെ അതിന്റെ ആർട്ടിക്കിളും കൂടെ ഓർത്തു വെച്ചാൽ വളരെ നല്ലതായിരിക്കും. 72 ആണ് പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ, 161 ആണ് ഗവർണറിന്റെ ആർട്ടിക്കിൾ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, ഓർത്തു വെച്ചേ പറ്റുള്ളൂ. അത് കാണാതെ പഠിച്ചെടുക്കുക, ഒരു ഭിത്തിയിൽ എഴുതി വെച്ച് കാണാതെ പഠിച്ചെടുക്കുക. വളരെ അത്യാവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. അപ്പൊ അതാണ് ഇവർ തമ്മിലുള്ള മേജർ വ്യത്യാസം. അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് പ്രസിഡന്റിന്റെ പവർ, അത് നമ്മൾ ഒരു കുറച്ച് വാക്കിൽ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഗവർണറിന് ഇതിൽ നിന്നും ഗവർണറിനേക്കാൾ കുറച്ചും കൂടെ പവർ എക്സ്റ്റെൻഡ് ചെയ്ത് എന്താ പ്രസിഡന്റിന് പോകുന്നതെന്നുള്ളൊരു പോർഷൻ. ഓക്കെ, അതാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു മെയിൻ പോയിന്റ് ആണ് അതിൽ ഓർത്തു വെക്കേണ്ടത്, അതുകൊണ്ടാണ് അത് പറഞ്ഞു നിർത്തിയത്. Then analyze the measures and safeguards in place to protect the election commissioner's autonomy in the from the political interference. ഈ ഒരു ക്വസ്റ്റ്യൻ ആലോചിക്കുമ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒരു ഇലക്ഷൻ കമ്മീഷനെ മാത്രം വെച്ച് നിർത്തരുത്. കാര്യം എന്താ, ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇൻഡിപെൻഡൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ആണ് ഇവിടെ ചോദ്യം അല്ലെ. ഈ ഒരു സാധനം സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വേണമെങ്കിൽ ചോദിക്കാം, CAGക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഓക്കെ, UPSCക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ബോഡീസിനൊക്കെ ഈ ഒരു ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പഠിക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ്, ഇപ്പൊ ഏതൊരു ബോഡി ആയാലും അതിന്റെ ഇൻഡിപെൻഡൻസ് എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കൂടുതലായിട്ട് പാർലമെന്റ് അവിടെ കയറി കൈകടത്തരുത്. ഓക്കെ, അവരൊക്കെ അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്, അവരെ ഇൻഡിപെൻഡന്റ് ആയി വെക്കുക എന്നുള്ളതിന്റെ കാര്യം എന്തുവാ, നമ്മുടെ ഡെമോക്രസി നിലനിർത്തുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെ. ഇലക്ഷൻ കൃത്യമായി നടക്കണമല്ലോ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ആർട്ടിക്കിൾ
324 പറയുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അത് എന്താ നമ്മുടെ പാർലമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇല്ലാതെ തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഇന്റർഫിയറൻസ് ഇല്ലാണ്ട് വളരെ ജനാധിപത്യപരമായി നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 324 പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ കമ്മീഷന് പവർ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ടോറൽ റോൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് കണ്ടക്ട് ചെയ്യാനും. ഈ ഒരു ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഇൻഡിപെൻഡൻസിനെ പറ്റി പറയുമ്പോൾ അവരുടെ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറയുന്നതായിരിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റിസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ജഡ്ജസിന്റെ ഇവരുടെ ആരുടെയും ടെന്യൂർ അവരുടെ ഒരു ഇൻകപ്പാസിറ്റിയുടെ പേരിൽ അവരെ വൺസ് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻകപ്പാസിറ്റിയുടെ പേരിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് നിങ്ങളിപ്പോ മര്യാദക്ക് ജോലി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് തട്ടിക്കളയാനായിട്ട് പറ്റത്തില്ല. എന്ത് വേണം? പാർലമെന്റിന്റെ അപ്രൂവൽ വേണം ഓൺ ദ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി അല്ലെങ്കിൽ അതെന്താണെന്നറിയോ? പാർലമെന്റ് കൃത്യമായ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയില് രണ്ട് സഭകളിലും ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ഹാസ് ടു ബി അപ്രൂവ്ഡ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി. ആ ഒരു കേസിൽ മാത്രമേ ഇവരെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അവരുടെ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ആണ് അവരുടെ ഇൻഡിപെൻഡൻസ് അഷ്യൂർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ദെൻ അവരുടെ സർവീസ് കണ്ടീഷൻസ്. ഓക്കെ, അത് ഇവരുടെ ഡിസ്അഡ്വാൻറ്റേജിന്റെ പേരിൽ എടുത്തു മാറ്റാനായിട്ട് പറ്റത്തില്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇപ്പൊ പെട്ടെന്ന് ഒരാള് ഇവർക്ക് ഇത്ര സാലറിയിൽ ഇത്ര ഒരു ടെന്യൂറിൽ കൊടുത്തിരിക്കുന്ന സാധനം ഇവർ നന്നായിട്ട് പണിയെടുക്കുന്നില്ല, അവരുടെ ഒരു ഒരു ഡിസ്അഡ്വാൻറ്റേജിന്റെ പേരിൽ പെട്ടെന്നതായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. Then any other election commissioner or a regional commissioner cannot be removed from the office except for the recommendation of the chief election commissioner. മനസ്സിലായോ? അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇപ്പം സ്റ്റേറ്റിന് പെട്ടെന്ന് കയറി ഇടപെട്ട് അവിടുത്തെ ഒരാളെ തട്ടിക്കളയാനായിട്ട് പറ്റത്തില്ല. അവർക്ക് ഒരാളെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് ആരുടെ സമ്മതം വേണം? ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ സമ്മതം വേണം, നോട്ട് ദ ഗവൺമെന്റ്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. പാർലമെന്റ് അല്ല അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അല്ല അവിടെ പണിയെടുക്കുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റെക്കമെൻഡേഷൻ നെസസിറ്റി ആണ്. അതേപോലെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. ഇപ്പൊ എത്ര പേരുണ്ടെന്നറിയോ? 3 പേരുണ്ട്. ആ 3 പേരുള്ളത് കൊണ്ട് തന്നെ ഒരാളുടെ ഒറ്റ ഒരു വ്യക്തിയുടെ താല്പര്യം നടക്കില്ല. അതായത് 3 പേരുടെ ഒരു മൾട്ടി മെമ്പർ ബോഡി ആണെന്നുണ്ടെങ്കിൽ ഈ 3 പേരുടെയും കാര്യം ഒരേപോലെ വരണം, ആ കൺസെൻസസ് വരണം. അതെന്ത് അഷ്യൂർ ചെയ്യും? കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനം അഷ്യൂർ ചെയ്യും. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൾട്ടി മെമ്പർ ആയിട്ടുള്ള ഒരു കമ്മീഷനാണ്. അവരുടെ അപ്പോയിന്റ്മെന്റ് പ്രോസസ്. ഓക്കെ, ഈ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിലെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഒപ്പോസിഷൻ ലീഡറും ഇതിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. അതായത് ഒരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി ആരാണോ അവർ മാത്രം വിചാരിച്ചാൽ ഒരു ഇലക്ഷൻ കമ്മീഷണറെ നമുക്ക് നിയമിക്കാനായിട്ട് പറ്റത്തില്ല. ആ കമ്മിറ്റിയില് നമ്മുടെ ലീഡർ ഓഫ് ഒപ്പോസിഷനും കൂടെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പം സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ, നമ്മുടെ അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ, അവരുടെ ഡിസ്അഡ്വാൻറ്റേജിന് മേൽ അവരെ നമുക്ക് സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആയാലും ഇൻഡിപെൻഡൻസ് അഷ്യൂർ ചെയ്യുന്ന കാര്യം. ഈ ഒരു കാര്യം എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്? ഓരോ ബോഡി പഠിക്കുമ്പോഴും അവരുടെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ബോഡി ആണെങ്കിൽ ഈ ഒരു കാര്യം വെച്ചിട്ട് വേണം പഠിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ അവിടെ വെച്ച് തീർന്നു. ഇനി 5 മാർക്കിന്റേതാണ്. അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ ചുരുക്കിയായിരിക്കും പറയാ, ബാക്കി നിങ്ങളായിട്ട് തന്നെ വായിക്കാം. ഓക്കെ, അപ്പൊ മണി ബിൽ. Explain the concept of money bill in a legislative process and what distinguish a money bill. Just a minute. What distinguish a money bill from the ordinary bill? Okay, അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിനകത്ത് 2 പാർട്ടുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 2 പാർട്ടുണ്ട്. ഈ 2 പാർട്ടും അഡ്രസ് ചെയ്യുക, അപ്പോഴേ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. മണി ബിൽ എന്താണെന്ന് പറയുക, അതിന് ഓർഡിനറി ബില്ലുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പൊ മണി ബിൽ എന്താണ്? എന്റെ ആർട്ടിക്കിൾ പറയൂ, വേഗം പറയൂ. ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും അറിയാവുന്ന ആർട്ടിക്കിൾ ആണ്, ഡെഫിനറ്റ് ആയിട്ട് പഠിക്കേണ്ട ആർട്ടിക്കിൾ ആണ് 110 എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ടാക്സ്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ടാക്സ്, ഈ ടാക്സ് കൂട്ടാനോ കുറയ്ക്കാനോ എന്തെങ്കിലും ഒരു ആൾട്ടറേഷൻ വരുത്താനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മണി ബില്ലിന്റെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. ഇത് ഓർഡിനറി ബില്ല് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കുക.
ഓക്കെ, അതാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 110 പറയുന്നുണ്ട് എ മണി ബിൽ എങ്ങനെയാണ് അത് മണി ബിൽ ആണെന്ന് പറയാ, ഇഫ് ഇറ്റ് ഇസ് ഓൺലി കണ്ടെയ്ൻ ദ പ്രൊവിഷൻസ് ഡീലിംഗ് വിത്ത് ഓൾ ഓഫ് ദ എബോ തിങ്സ്, അതായത് ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, ആൾട്ടറേഷൻ ഓർ റെഗുലേഷൻ ഓഫ് എനി ടാക്സ്. ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ, ടാക്സ് കൂട്ടാനോ കുറയ്ക്കാനോ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സ് റേറ്റ് ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനോ, ഈ ഒരു കാര്യം നമ്മൾ ടെക്നിക്കൽ ടേംസിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഈ ടേംസ് ഒക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് കൊടുക്കും. അതുകൊണ്ട് റിപ്പീറ്റഡ് റീഡിങ്ങിലൂടെ ഇത് വരും. ഒരു ദിവസം എടുത്ത് വായിക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും, ശരിയാണ്. പക്ഷെ റിപ്പീറ്റഡ് റീഡിങ്ങിലൂടെ നടത്തിയെടുക്കാവുന്ന കാര്യമുള്ളൂ, അത്ര വലിയ ടഫുള്ള കാര്യമൊന്നും അല്ല. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് എങ്കിലും ഓർത്തു വെക്കണം. അതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് ഈ കിടക്കുന്നത്. റെഗുലേഷൻ ഓഫ് ദ ബോറോയിങ് ഓഫ് മണി ബൈ ദ യൂണിയൻ ഗവൺമെന്റ്. യൂണിയൻ ഗവൺമെന്റിന് പൈസ, അതായത് നമ്മള് ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. എന്താ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം. ആ ബഡ്ജറ്റ് ഈ പറയുന്ന ആർട്ടിക്കിൾ 110 നമ്മൾ കൊണ്ടുവരുന്ന സാധനമാണ്. ജസ്റ്റ് എന്നെ ഓക്കെ, സ്ക്രീൻ കാണാമെന്ന് നോക്കി. അപ്പോ അതാണ് മണി ബില്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, അൾട്ടറേഷൻ, റെഗുലേഷൻ എന്ന് പറയുന്നത് ആ ആർട്ടിക്കിളിൽ പറയുന്ന സെന്റൻസ് ആണ്. അത് ജസ്റ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാല് കൃത്യമായി ആ മാർക്ക് മുഴുവനായിട്ട് നമുക്ക് വരും. അത് കുറച്ച് മെനക്കെടുന്നവർക്കല്ലേ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ദെൻ അപ്രോപ്രിയേഷൻ ഓഫ് മണി ഔട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അത് നമ്മുടെ ആർട്ടിക്കിൾ 110 പറയുന്ന കാര്യമാണ്. അതായത് നമുക്ക് 3 ഫണ്ട് ഉണ്ടെന്ന് അറിയാലോ ഇന്ത്യയെ സംബന്ധിച്ച്. ഏതൊക്കെയാ? പബ്ലിക് അക്കൗണ്ട് ഉണ്ട്, കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ട്, അതായത് നമ്മുടെ ബഡ്ജറ്റ് ഡീൽ ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടുമായിട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് പൈസ ഗവൺമെന്റിന് ചെലവഴിക്കാനായി അധികാരം കിട്ടണമെങ്കിൽ ഈ അധികാരം കൊടുക്കുന്ന ആരാണ്? പാർലമെന്റ് ആണ്. കാരണം ഇത് ജനങ്ങളുടെ പൈസയാണല്ലോ, അല്ലാതെ ഒരാളുടെ പൈസയല്ല, ജനങ്ങളുടെ പൈസയാണ്. അപ്പൊ അത് ചെലവഴിക്കാൻ ആര് അധികാരം കൊടുക്കണം? പാർലമെന്റ് അധികാരം കൊടുക്കണം. ഈ പാർലമെന്റ് അധികാരം കൊടുക്കണമെങ്കിൽ ഈ മണി ബില്ല് വഴി അതിനുള്ള അധികാരം ആ ഭരിക്കുന്ന ഗവൺമെന്റ് നേടിയെടുക്കണം. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 110, അതായത് നമ്മുടെ മണി ബില്ല് ഡീൽ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി ഇത് എങ്ങനെ ഒരു ഓർഡിനറി ബില്ലുമായിട്ട് ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മണി ബില്ലിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഒരു ഓർഡിനറി ബില്ലില് വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. പല സോഷ്യോ എക്കണോമിക് അഡ്മിനിസ്ട്രേറ്റീവ് ചലഞ്ചസിനെ, ആ ഒരു മാറ്റേഴ്സിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓർഡിനറി ബില്ല് പറയും. ശരിയല്ലേ? എല്ലാ കാര്യങ്ങളും ഓർഡിനറി ബില്ല് പറയും. പക്ഷെ ഇവിടെയോ ബഡ്ജറ്ററി അലോക്കേഷൻ, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ മണി ബില്ലില് ചർച്ച ചെയ്യുക. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ഗവൺമെന്റ് ബില്ലാണ്. എന്തുകൊണ്ടാണ് ഇത് ഗവൺമെന്റ് ബിൽ എന്ന് പറയാൻ കാര്യം? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ഇതൊരു മിനിസ്റ്ററിന് മാത്രമേ പാർലമെന്റില് അവതരിപ്പിക്കാനായി പറ്റൂ. പാർലമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമായി ആലോചിക്കുക, ഇത് ലോക്സഭയിൽ മാത്രമേ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ. പക്ഷെ ഓർഡിനറി ബില്ലാണെങ്കിൽ എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റില് നമുക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത്. ഒരു മിനിസ്റ്ററിന് മാത്രമേ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ അതിന്റെ കൂടുതലുള്ള ഒരു കുഴപ്പം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സപ്പോസ് ഈ ബില്ല് ഫെയിലായി, പാസ്സായില്ല, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റിന് സപ്പോർട്ട് ഇല്ല എന്നൊരു ഡയറക്റ്റ് മീനിങ്ങിലേക്ക് അത് പോവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഗവൺമെന്റ് ബില്ല് എന്ന് പറഞ്ഞു, ഒരു മിനിസ്റ്റർ ആണ് അത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. സപ്പോസ് പാസ്സായില്ല, അപ്പൊ എന്താ പ്രശ്നം? ഗവൺമെന്റിന് സപ്പോർട്ട് ഇല്ല. അപ്പോ ഈ ഒരു മണി ബിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ
ഗവൺമെന്റ് കോൺഫിഡൻസ് തേടേണ്ടി വരും. അതായത് മേ ബി നമ്മുടെ ഗവൺമെന്റ് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. കോൺഫിഡൻസ് മോഷനിലേക്ക് പോകും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? റിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഓർഡിനറി ബില്ലിന്റെ കേസിൽ ഇത് നടക്കാം. അത് എന്താ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ റിസൈൻ ആകും. ഇവിടെ മേ ഓർ മേ നോട്ട് ആണ്. അതായത് ഒപ്പോസിഷൻ പാർട്ടിയിൽ ഓർഡിനറി ബില്ല് മിനിസ്റ്റർ കൊണ്ടുവന്ന ഒരു ഓർഡിനറി ബില്ല് പാസ്സായില്ല എന്നിരിക്കും. അവർ നോ കോൺഫിഡൻസ് മോഷന് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് കുറച്ചും കൂടെ പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ ഒരു വീറ്റോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിപ്പ് പ്രയോഗിക്കുക എന്നൊക്കെ കുറച്ചുകൂടെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണ്ട. തൽക്കാലം ഈ ഒരു വ്യത്യാസത്തിൽ മാത്രം നിൽക്കുക. അപ്പം ലോക്സഭയിലാണത് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അത് ഓർക്കുക. ഇതൊരു മിനിസ്റ്ററിന് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അത് ഓർക്കുക. രാജ്യസഭയ്ക്ക് ഇത് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, രാജ്യസഭയിലേക്ക് നോർമൽ കേസിൽ ഒരു ബില്ല് വന്നാല് രാജ്യസഭയ്ക്ക് അതിൽ റെക്കമെൻഡേഷൻസ് നിർദ്ദേശിക്കാം. അത് അവർക്ക് പാസ്സാക്കുകയും ചെയ്യാം. അത് അവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. ഓക്കെ, ഇവിടെ ഇതൊന്നും നടക്കില്ല. 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പാസ്സാക്കുവാണെങ്കിൽ ആക്കിക്കോണം, ഇല്ലെങ്കിൽ വേണ്ട. എന്തായാലും ഞങ്ങൾ എടുത്ത തീരുമാനം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു ഡീലാണ് മണി ബില്ലിന്റെ കേസ്. ഓക്കെ, കുറച്ചുകൂടി എന്റർടൈനിങ് ആയിട്ട് കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ നടക്കണേ എന്നുള്ള പോലെ എളുപ്പം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് പറ്റും. രാജ്യസഭ കനോട്ട് റിജക്ട് ഓർ അമെൻഡ് ദ ബിൽ. ഇതൊരു 14 ദിവസത്തേക്ക് മാത്രമേ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. സപ്പോസ് എന്നിട്ടും രാജ്യസഭ പാസ്സാക്കിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബില്ല് രാജ്യസഭയിലും പാസ്സായ പോലെ തന്നെ നമ്മൾ ഫലത്തിൽ കണ്ട് പ്രസിഡന്റിന് മുന്നിൽ സമർപ്പിക്കും. ഓക്കെ, ഇനി വേറൊരു ട്വിസ്റ്റ് ഇവിടെ വരുന്നതാണ്. പ്രസിഡന്റിന് ഇത് യാതൊരു കാരണവശാലും റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, വേണമെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം. അതാണ് ഒരു എക്സെപ്ഷൻ കേസാണ്, അത് ഓർത്തു വെക്കുക. വേണമെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം, പക്ഷെ യാതൊരു കാരണവശാലും റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? ഇതൊരു പ്രൊവിഷൻ എന്ന് പറയുന്നതിൽ കൂടുതൽ ഇതൊരു കൺവെൻഷൻ ആണ്. കാരണം ഗവൺമെന്റ്, അതായത് നമ്മുടെ റൂളിംഗ് ഗവൺമെന്റ് ആയിരിക്കുമല്ലോ ഇത് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ഗവൺമെന്റ് പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷനോട് കൂടിയാണ് 110 കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെ പ്രയർ റെക്കമെൻഡേഷനിൽ കൊണ്ടുവന്ന സാധനം എങ്ങനെയാണ് റിട്ടേൺ ചെയ്യാൻ പറ്റുക? അതൊരു കൺവെൻഷനും കൂടെയാണ്. അപ്പം പ്രസിഡന്റിന് ഇത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല, അത് ഓർത്തു വെക്കുക. പക്ഷെ നോർമൽ ബിൽ അറിയാമല്ലോ, ഒബ്വിയസ്ലി റിട്ടേൺ ഫോർ റീകൺസിഡറേഷൻ എന്നുള്ള കാര്യം പോസിബിൾ ആണ്. അതുപോലെ തന്നെ രാജ്യസഭയ്ക്ക് ഇതിൽ റോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജോയിന്റ് സിറ്റിംഗിന്റെ ഒരു പ്രൊവിഷനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള ഒരു കാര്യം പോസിബിൾ അല്ല. 108 ആണ് ആർട്ടിക്കിൾ ഓർത്ത് വെക്കുക. എളുപ്പമുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഓർത്ത് വെക്കാമല്ലോ. ഇപ്പം ജോയിന്റ് സിറ്റിംഗ് ഒരു കാര്യം ഓർഡിനറി ബിൽസിൽ പോസിബിൾ ആണ്, ഇവിടെ പോസിബിൾ അല്ല. പിന്നെ ഞാനിപ്പോ പറഞ്ഞ കാര്യം, ഇത് ഡിഫീറ്റ് ചെയ്താൽ എന്ത് പറ്റും? മൊത്തത്തിൽ ഗവൺമെന്റിന്റെ റെസിഗ്നേഷനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകും. അപ്പൊ ഈ ഒരു കാര്യം മണി ബിൽ എന്നുള്ളത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂയിലും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും ഓർത്ത് വെക്കുക. ടൈം എക്സീഡ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി പറയാം. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊരു UPSC പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കേസും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. പഞ്ചായത്ത് രാജിന്റെ പുവർ ഫംഗ്ഷനിങ്, അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് ഇൻഇഫക്റ്റീവ്സ് ഇൻ ലോക്കൽ ഗവേണൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പം ഇത് വളരെ കൃത്യമായി നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, നിങ്ങളെ തന്നെ ആലോചിച്ച് നോക്കാം. നിങ്ങൾ പുവർ ഫംഗ്ഷനിങ് ആണെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സാലറി ഇല്ല, നിങ്ങൾക്ക് ഓട്ടോണമി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ പാരന്റ്സ് അല്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളുടെ മണ്ടയ്ക്ക് ഒരുപാട് ഇന്റർഫിയർ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ പറ്റത്തില്ല. ഇനി ഇതൊന്നുമല്ല, ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, ലേസിനെസ്, സ്വന്തമായി പണിയെടുക്കാൻ വയ്യാത്തൊരവസ്ഥ. ഈ രീതിയിലാണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോപ്പ് ആവും. ഇത് പഞ്ചായത്ത് രാജിന്റെ മാത്രമല്ല, എല്ലാവരുടെ കേസിലും നടക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പം നോക്കി കണ്ടും പ്രയോഗിക്കണം. പഞ്ചായത്ത് രാജിന്റെ കേസിലാവുമ്പോൾ ഫ്ലോപ്പ് ആകുന്നതിന് പ്രശ്നം ഈ ഫിനാൻസിലുള്ള അവരുടെ ഓട്ടോണമി ഇല്ലാത്തതാണ്. ഈ പറഞ്ഞ കാര്യം കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയാലേ ഈ ഒരു അനലിറ്റിക്കൽ ആൻസർ ആയി. നോക്കിക്കോളൂ, ഫിനാൻസസ് ഒന്നാമത്തെ ഹെഡിങ് നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ക്രെഡിബിൾ ആയിരിക്കും, കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിരിക്കും, നിങ്ങൾ ഒന്നും മറന്നു പോവില്ല, റിപ്പീറ്റ് ആവില്ല. ഓക്കെ, ഫിനാൻസസ്. കാരണം പഞ്ചായത്തിന്റെ ഫിനാൻസ് എന്ന് പറയുന്നത് ഹെവിലി ഡിപെൻഡന്റ് ഓൺ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. യൂണിയന്റെയോ സ്റ്റേറ്റിന്റെയോ ബഡ്ജറ്റില് നമ്മുടെ ഓരോ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടും ഒരു കൃത്യമായ അലോക്കേഷൻ ഉണ്ടാവും. ഈ അലോക്കേഷൻ നമ്മൾ എങ്ങനെയാ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന അലോക്കേഷൻ ഉണ്ടാവും.
ഈ അലോക്കേഷൻ അവരുടെ ബഡ്ജറ്റ് വഴി വരുന്നതാണ്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇതെല്ലാം കൂടുതലും, എല്ലാം എന്നല്ല, കൂടുതലും ടൈഡ് ആയിരിക്കും. ഈ ടൈഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതായത് ചില പ്രത്യേക സ്കീമുകൾ നടപ്പിലാക്കുമ്പോഴായിരിക്കും ഈ ഫിനാൻസ് അവിടെ റിലീസ് ആവുക. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ സ്വച്ഛ ഭാരത് അഭിയാൻ. ഓക്കെ, ഈ സ്വച്ഛ ഭാരത് അഭിയാൻ നടത്തുമ്പോഴാണെങ്കിൽ മാത്രമേ ചിലപ്പം ഇവർ കൊടുക്കുന്നതിന്റെ 50% ചിലപ്പോൾ റിലീസ് ആവുള്ളൂ. പക്ഷെ ആലോചിച്ച് നോക്കൂ, എല്ലാ പഞ്ചായത്തിന്റെയും ആവശ്യകത ഒന്നായിരിക്കും? ആയിരിക്കില്ല അല്ലെ? ഇപ്പം എനിക്ക് വേണ്ടതായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന പോലെ വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്ന് പറയുന്ന അപ്രോച്ച് ശരിയാവത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റും? മൊത്തത്തിൽ ഇവരുടെ ഡെവലപ്മെന്റിനുള്ള ഫണ്ട് തികയാതെ വരും. ഇവര് പറയുന്ന സ്കീം നടത്തിയെങ്കിലേ ആ ഫണ്ട് റിലീസ് ആവുള്ളൂ. പക്ഷെ ഇതായിരിക്കത്തില്ല ഇവരുടെ ആവശ്യം. അങ്ങനെയുള്ള ഒരു ഫിനാൻസ് ക്രഞ്ച് വരുന്നുണ്ട്. അതൊരു മെയിൻ പോയിന്റ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. മിസ്അപ്രോപ്രിയേഷൻ, ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ഫങ്ഷണറീസ്, അതായത് ഞാൻ പറഞ്ഞ സാധനം ലേസിനെസ്. ഈ പണി എടുക്കുന്ന ആൾക്കാർ, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ കയറി പറ്റുന്നത് വരെയുള്ള ബുദ്ധിമുട്ട്, അത് കഴിയുമ്പോൾ എല്ലാം എളുപ്പമാവുന്നതാണല്ലോ എന്ന് പറയുന്ന പോലെ ഈ അവർക്ക് പണിയെടുക്കാൻ വയ്യ, ലെസ് മോട്ടിവേഷൻ, ഇൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ സ്കില്ലിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലെ? നമുക്കറിയാം ഇവിടെ കൂടുതലും ഇപ്പൊ പഞ്ചായത്തിന്റെ ഇലക്ഷൻ നടത്തി വരുന്ന ആൾക്കാരൊന്നും അത്ര വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല അല്ലെ? അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇവർക്ക് എങ്ങനെയാണ് ഇത് നമ്മളൊരു മാപ്പിംഗ് നടത്തി, എന്തൊക്കെ ഒരു പ്ലാനിങ് നടത്തി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം, എന്തൊക്കെ വേണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നം. പിന്നെന്താ, പൊതുവിൽ നമുക്ക് എവിടെയും കൊടുക്കാവുന്ന ഒരു സാധനം കറപ്ഷൻ. നമുക്കറിയാം അല്ലെ? നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പല ഹൈമാസ് ലൈറ്റുകളുടെയും താഴെ എഴുതിയിരിക്കുന്ന പൈസയും അതിന്റെ ആക്ച്വൽ പൈസയും തമ്മിൽ എന്തായാലും മാച്ച് ആവില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയാൽ അതിന്റെ ഉത്തരവായി. നോക്കൂ, ലാക്ക് ഓഫ് സ്കിൽഡ് പ്രൊഫഷണൽ ഹ്യൂമൻ റിസോഴ്സസ്, അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ വിദ്യാഭ്യാസ പ്രശ്നം. പിന്നെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആർ സെമി ലിറ്ററേറ്റ്, അതാണ് ഇപ്പൊ പറഞ്ഞ പോയിന്റ്. ദെൻ ഇവരെല്ലാം ഗ്രാജുവലി ഈ കറപ്ഷൻ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതിന്റെ പ്രശ്നം, അതാണ് നമ്മൾ ഫംഗ്ഷനിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഇഫക്റ്റീവ് ഡെവല്യൂഷൻ ഓഫ് പവർ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് മുഴുവനായിട്ടുള്ള പവർ, എത്ര കാര്യങ്ങളിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാർക്ക് ഇടപെടാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അത് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇടപെടാനായിട്ട് പറ്റത്തില്ല. അപ്പം ഉറപ്പായിട്ടും ഇവരുടെ മൊത്തം ഫംഗ്ഷനെ അത് ബാധിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇവർക്ക് തീരുമാനം എടുക്കാം. പിന്നെ നമുക്കറിയാം കുറെ വുമൺ റിസർവേഷൻ വന്നിട്ട് ഇതൊക്കെ ഏതെങ്കിലും ഭർത്താവിന് മത്സരിക്കേണ്ട സീറ്റ് ആയിരിക്കും, ഭാര്യയെ മത്സരിപ്പിച്ച് ഭർത്താവിലൂടെ ഭാര്യ ഭരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അല്ല, ഭാര്യയിലൂടെ ഭർത്താവ് ഭരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത ശക്തിക്കായിരിക്കും ഭരിക്കേണ്ടത്. അവര് ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാരെ വെച്ചിട്ട് വെറുതെ പാവകളായിട്ട് ചലിപ്പിക്കുന്ന ഒരു അവസ്ഥ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ മൊത്തത്തിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷനിങ്ങിനുള്ള വിലങ്ങുതടി. അപ്പൊ അതാണ്. ദെൻ സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രശ്നം, കാര്യം സെക്രട്ടേറിയറ്റിൽ ആളില്ലാത്തത്. അപ്പം സെക്രട്ടേറിയറ്റ് അപ്പോയിന്റ്മെന്റിന്റെ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. സെക്രട്ടേറിയറ്റിൽ സപ്പോർട്ട്, അതിന് വേണ്ട ആളില്ലാതിരിക്കുക. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിന് നമ്മൾ സൊല്യൂഷനും കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അതാണ്. എങ്ങനെയാണ് അതിന്റെ റീസൺ എന്ന് പറയാ, കൂടെ എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യുക എന്നും കൂടെ പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സജഷൻസ് ഉപയോഗിക്കുക. അത് നിങ്ങൾ കൊടുക്കുന്ന സജഷനേക്കാൾ കൂടുതൽ ഏതെങ്കിലും കമ്മിറ്റി റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അതിന് വാലിഡിറ്റി കൊടുക്കും. ഇപ്പൊ സെക്കൻഡ് ARC കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ആണ് സെക്കൻഡ് ARC. അതിൽ കൊടുത്തിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഇത് കുറച്ച് കാണാതെ പഠിച്ചു വെക്കുക. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അവർ പറയുന്നത് ഒരു ബോട്ടം അപ്പ് പ്ലാനിങ്, അതായത് മേലെ നിന്ന് വൺ സൈസ് ഫിറ്റ് എന്ന് പറയുന്നത് പോലെ മേലെ നിന്ന് താഴോട്ട് തരുന്നതിന് പകരം താഴത്തെ അവസ്ഥ എന്താണ് നമ്മുടെ നീഡ് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്ത് അതനുസരിച്ച് മോളോട്ട് ബിൽഡ് ചെയ്യുക. ബോട്ടം ഓഫ് അപ്രോച്ച്. ഓക്കെ, ഈ ഒരു വാക്ക് പഠിച്ചു വെക്കുക. ഡെഫിനറ്റ്ലി അത് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് ഈ ഒരു 2-3 റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് എളുപ്പം വായിച്ചു നോക്കാൻ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇനി ഒരു വാക്കുണ്ട്, ആക്റ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്ന കാര്യം. ഞാൻ മുമ്പേ പറഞ്ഞു, പൊളിറ്റിയില് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കീ ടേംസ് യൂസ് ചെയ്യുന്നതിലൂടെ വലിയ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒറ്റ വരിയിൽ ക്രോസ് ചെയ്യാം. ആക്റ്റീവ് മാപ്പിംഗ് എന്ന് പറഞ്ഞാല് ഈ ഒരു ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ചേർന്നിട്ട് ഒരു ആക്റ്റീവായിട്ട് ഒരു പ്ലാൻ ആദ്യം ബിൽഡ് ചെയ്യുക. ഈ പ്ലാൻ അനുസരിച്ച് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ ആക്റ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്ന സാധനം. വളരെ വലിയ കാര്യമൊന്നുമില്ല. സ്റ്റേറ്റ് ക്ലിയർലി ഡിലിനേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾ.
ഒരാള് ഏത് ഫംഗ്ഷൻ ചെയ്യണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക. ഓക്കെ, ആ പ്ലാൻ അനുസരിച്ചായിരിക്കണം അവരുടെ വർക്ക് ഡിലിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ ഏരിയ ഏതാണോ അവിടുത്തെ പണി അവർ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെയുള്ള രീതിയിലോട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താ ഒരു മാനേജ്മെന്റൽ അപ്രോച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതിലെ മെയിൻ കാര്യം. ഓക്കെ, അപ്പൊ അതാണ് അതിനകത്ത് സജഷൻസ്. ഇത് കുറെ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഏറ്റവും സൗകര്യപ്രദമായി തോന്നുന്ന കാര്യം ഏതാണോ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൊടുത്തേ ഉള്ളൂ. വായിച്ചു നോക്കിയാൽ മതിയാവും. ഇതെല്ലാം ആ ടേംസ് ആണ്. കണ്ടോ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അതായത് എന്താ നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം തന്നെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് ഡിലിനേഷൻ ഓഫ് ഫംഗ്ഷൻ കൃത്യമായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സിറ്റിസൺ സെൻട്രിസിറ്റി, അതായത് മാനേജ്മെന്റ് അപ്രോച്ച്, അതായത് കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് പണിയെടുക്കുക. അതാണ് സിറ്റിസൺ സെൻട്രിസിറ്റി എന്ന് പറയുന്ന സാധനം. നമുക്ക് വേണ്ട ആവശ്യം എന്താണോ അതനുസരിച്ച് ആൾക്കാരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു ഗവൺമെന്റ് ഓഫീസ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അപ്രോച്ച് നിന്നുകൊണ്ട് പെരുമാറുക എന്നുള്ളത്. ഓക്കെ, ദെൻ 13th ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് കോമ്പറ്റിറ്റീവ് ഫെഡറലിസം. ഇതെന്ന് പറയുന്നത് ഒരു 1990s ശേഷം ഇന്ത്യയിൽ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഫെഡറലിസം എന്ന് അറിയാം, നമുക്ക് സ്റ്റേറ്റ്, യൂണിയൻ, അങ്ങനെ 2 സിസ്റ്റം ഉണ്ട്. ഇത് കോമ്പറ്റിറ്റീവ് ആയിട്ട് പെരുമാറുക, അതായത് നമ്മൾ കുട്ടികളുടെ അടുക്ക പറയില്ലേ, കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം, നിങ്ങൾക്കൊരു പരസ്പരം മത്സരം വേണം, അപ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട് എടുക്കാൻ പറ്റുക. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ഈ ഒരു സിസ്റ്റം ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് നീതി ആയോഗാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്യുക, അത് എന്ന് വന്നു എന്ന് പറയാ, ഈ സാധനം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയാം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാ ഏരിയയും കവേർഡ് ആവും. അപ്പം ഇത് ആദ്യം ഡിഫൈൻ ചെയ്യാണ്. കോമ്പറ്റിറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ജസ്റ്റ് എ മിനിറ്റ്. അപ്പം സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണ്. അതിന്റെ കാര്യം സെൻട്രൽ മേലെയാണ്, നമ്മൾ അവരുടെ താഴെ വർക്ക് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് വരിക, അത് വെർട്ടിക്കലാണ്. പക്ഷെ ഈ സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനോ ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുക, സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ വെർട്ടിക്കൽ ആയിട്ട് വെക്കുക. ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ, അതായത് എന്താ അറിയോ, ഇവരെ മൊത്തത്തിൽ ഇവരെയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. പക്ഷെ ഇവര് സെയിം ഒരു ഈക്വൽ സ്റ്റേജിലായിരിക്കണം, ഒരു ഈക്വൽ പ്ലേ ഗ്രൗണ്ടിലായിരിക്കണം. അപ്പോഴാണ് ഇവർക്ക് പരസ്പരം മത്സരിച്ച് ബെസ്റ്റ് റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു 1990s LPG റിഫോംസിന് ശേഷമാണ് ഇത് വരുന്നത്. കാരണം നമ്മുടെ സിലബസിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് LPG റിഫോംസ് ഗവേണൻസിനെ ഇമ്പാക്ട് കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ അഫക്ട് ചെയ്യുന്നത് എന്നൊരു അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കേണ്ട സാധനം നീതി ആയോഗാണ്. ഇത് ഏറ്റവും കൃത്യമായിട്ട് ഇന്ന് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു ബോഡി. അതായത് ഇവർക്ക് പല ഇൻഡെക്സ് ഉണ്ട്, സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ്, സ്റ്റേറ്റിന്റെ ഹെൽത്ത് ഇൻഡെക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് എവിടെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്? ഈ ക്വസ്റ്റിന്റെ പാർട്ട് നോക്കണം, ക്വസ്റ്റിന് വിട്ടുപോകരുത്. ഗുഡ് ഗവേണൻസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പം ഈ ഗുഡ് ഗവേണൻസിന് നീതി ആയോഗിന് കൊടുക്കുന്ന പല പല ഗുഡ് ഗവേണൻസ് ഇൻഡെക്സുകളുണ്ട്. അപ്പൊ അതിലുള്ള കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണിത്. ഓക്കെ, ഇപ്പം ഇവര് പറയുന്നു കേരളമാണ് ഇതിൽ ഏറ്റവും നല്ല ഹെൽത്ത് കൊടുക്കുന്നത്. ഓക്കെ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത സ്റ്റേറ്റിനും അവരുടെ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാനുള്ളൊരു ഡയറ്റയായി, ഓക്കെ നമ്മുടെ ഗവൺമെന്റ് ഭരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന്. അപ്പം ഈ ഒരു കോമ്പറ്റീഷൻ ഇവരുടെ ഇടയിൽ നല്ല ഫങ്ഷണാലിറ്റി ഉണ്ടാക്കും, നല്ല ഫങ്ഷണറീസിനെ ഉണ്ടാക്കും. അതനുസരിച്ച് ജനങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. അതാണ് കോമ്പറ്റിറ്റീവ് ഫെഡറലിസം കൊണ്ടുള്ള ഗുണം. ഓക്കെ, ആ ടേം ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യുക, ശേഷം എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നോക്കുക. ഇപ്പം ഇതിന് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ നീതിയുടെ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻട്രൽ റിലീസ് ചെയ്യുന്ന വേറൊരു സാധനമാണ് ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഡേറ്റ. അപ്പൊ ഇതില് കൃത്യമായി റാങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആരാണ് ടോപ്പ് അച്ചീവേഴ്സ്,
ആരാണ് അച്ചീവേഴ്സ്, ആരാണ് ആസ്പയേഴ്സ്. ഓക്കെ, ആരാണ് ആസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആരാണ്, അപ്പൊ അവരാണ് ആസ്പയർ ചെയ്തതിന് മേലേക്ക് വരേണ്ടത്. ഓക്കെ, അതിൽ അച്ചീവർ ആരാണ്, ടോപ്പ് അച്ചീവർ ആരാണ്. അപ്പം ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 3 കുട്ടികളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്താല് തീർച്ചയായും അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വരില്ലേ എന്ന് പറയുന്ന പോലെ സ്റ്റേറ്റിന്റെ ഇടയിലും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് അടുത്തൊരു എക്സാമ്പിൾ ആണ്. നീതിയുടെ പറഞ്ഞു, ഗവൺമെന്റിന്റെ ഒരു റാങ്കിങ് പറഞ്ഞു, അതേപോലെ ഫിനാൻസ് കമ്മീഷന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. ഇത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. 14th മാത്രമല്ല, ആക്ച്വലി 15th ഫിനാൻസ് കമ്മീഷനിലും ഇതുപോലുള്ള ടേംസ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ അലോക്കേഷൻ വരുന്നത്, ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ കൊടുക്കുന്നത് ഈ പറഞ്ഞ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള, നിങ്ങൾക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ള പൈസ എങ്ങനെയാണല്ലേ കിട്ടുള്ളൂ, നിങ്ങൾ നന്നായി പണിയെടുക്കാൻ മാത്രമേ കിട്ടുള്ളൂ എന്നൊരു കണ്ടീഷൻ, ഒരു ക്ലോസ് വരികയാണെങ്കിൽ തീർച്ചയായും ആ ഒരു പണി നടക്കുമല്ലോ. ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ, ഒരു IT ഫീൽഡിലൊക്കെ നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റിന്റെ കാര്യം ഉണ്ടല്ലോ, ഇതൊരു 2.1 എന്ന് പറയുന്നതാണ് ഈ റീപ്ലേസ്മെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതൊക്കെ കേരളം അച്ചീവ് ചെയ്തിട്ട് ഡെക്കേഡ്സ് ആയി. ഇപ്പോഴും പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റും ഇതൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പം എന്താ ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ അച്ചീവ് ചെയ്യാത്തിടത്തോളം നിങ്ങൾക്കുള്ള അലോക്കേഷൻ ഇനി തൊട്ട് കുറയും. ഓക്കെ, ഇത്ര കാലം പോപ്പുലേഷന്റെ പേരിൽ അവർ കൂടുതൽ അലോക്കേഷൻ വാങ്ങിയെടുത്തിരുന്നെങ്കിൽ ഇനി തൊട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പണി നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അലോക്കേഷൻ കുറയും. നിങ്ങൾ എൻവയോൺമെന്റ് നന്നായി പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അലോക്കേഷൻ കൂടും. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇവരിതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യും. അപ്പൊ അതാണ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം നമ്മുടെ കൺസെപ്റ്റിൽ വരുന്നത്. ഡെഫിനറ്റ്ലി ഓർത്തു വെക്കുക, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് മെൻഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ആൻസറിനൊരു ഉറപ്പുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, what are the challenges faced by the parliamentary committees and what measures can be taken to enhance their functionality and effectiveness. അപ്പം ഇതിനകത്ത് നമ്മൾ പാർലമെന്ററി കമ്മിറ്റി ഡിഫൈൻ ചെയ്യാനോ അങ്ങനെ ഒന്നും പോകണ്ട. കാര്യം എന്താ, അതിനുള്ള സ്പേസ് ഇല്ല. ഓക്കെ, അപ്പം ജസ്റ്റ് അറിവിന് വേണ്ടി പറയാ, പാർലമെന്ററി കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ MPs എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിനകത്ത് മെയിൻലി 2 എണ്ണം ഉണ്ട്. നമ്മുടെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള കമ്മിറ്റീസും ഉണ്ട്, ആഡ്വോക്ക് ആയിട്ടുള്ള കമ്മിറ്റീസും ഉണ്ട്. ആഡ്വോക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ, അപ്പോ നിർമ്മിച്ചത് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അതായത് പുതിയൊരു ബില്ല് വരുമ്പോൾ, പുതിയൊരു ലോ പാസ്സാക്കുമ്പോൾ അതിനെ പറ്റി പഠിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് ആഡ്വോക്ക് ആയിട്ടുള്ള കമ്മിറ്റീസ്. സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് സ്ഥിരമായി സഭയിൽ നിലനിൽക്കുന്ന കമ്മിറ്റീസ് ആണ്. ഓക്കെ, ഇനി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസിലാണ് നമ്മുടെ മേജർ ഫിനാൻഷ്യൽ കമ്മിറ്റീസ് ഒക്കെ വരിക. ഇത്തരം ഫിനാൻഷ്യൽ കമ്മിറ്റീസിലൊന്നും ഒരു മിനിസ്റ്ററിന് ഭാഗമാകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താണ് അതിന്റെ കാര്യം എന്ന് ആലോചിച്ച് നോക്കൂ. ഈ മിനിസ്റ്റർ ആണല്ലേ ഈ നിയമം ഉണ്ടാക്കുന്നത് മോസ്റ്റ്ലി. അപ്പോ ഇതിന്റെ എക്സ്പെർട്ടൈസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന്റെ വാലിഡിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൽ കൂടുതൽ സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ഇതിനെ പഠിക്കുന്നതാണ് ഈ പാർലമെന്ററി കമ്മിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണല്ലോ ഇവിടുത്തെ ചോദ്യം. എങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷനാലിറ്റിയും ഇഫക്റ്റീവ്നെസ്സും നമുക്ക് കൂട്ടാൻ പറ്റുക. അപ്പൊ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോഴാണല്ലോ ഒരു പ്രശ്നം വരിക. ഇഷ്യൂസ് ഓഫ് പാർലമെന്ററി കമ്മിറ്റീസ് എന്താണ്, ഷോർട്ടേജ് ഓഫ് ടൈം. വലിയൊരു പ്രശ്നമാണ് അല്ലേ. കാരണം പാർലമെന്റ് കൂടുന്ന ഒരു ടൈം, അത് കഴിഞ്ഞിട്ട് പാർലമെന്ററി കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടൈം അലോക്കേറ്റ് ചെയ്യുക. ആ ഒരു ടൈമിനുള്ളിൽ ഈ ലോയുടെ മുഴുവൻ പ്രൊവിഷൻസ് ഇവര് പഠിക്കണം, അത് ഡിസ്കസ് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എക്സ്പെർട്ടീസിനെ അവർക്ക് അപ്പോയിന്റ് ചെയ്തിട്ട് അത് കൃത്യമായി പഠിച്ച് ഇതിനകത്ത് ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് നിർദ്ദേശിക്കാം. സംടൈംസ് ഇറ്റ് മേ ടേക്ക് ടൈം. ഓക്കെ, പക്ഷെ ഇതിനകത്തൊരു വേറൊരു പ്രശ്നമുണ്ട്. ചില സമയത്ത് ഇവര് മനഃപൂർവ്വം ഇതിൽ ഡിലേ കൊണ്ടുവരും. കാരണം ഇതിനകത്ത് കൂടുതൽ ഉണ്ടാവുക ഓപ്പോസിഷൻ മെമ്പേഴ്സ് ആയിരിക്കുമല്ലോ. ഈ മനഃപൂർവ്വം കൊണ്ടുവരുന്ന ഡിലേ ആണെങ്കിലോ മൊത്തത്തിലുള്ള നമ്മുടെ പാർലമെന്ററി ഫംഗ്ഷനെ തന്നെ, നമ്മുടെ ലോ മേക്കിങ്ങിനെ തന്നെ അത് ബാധിക്കും. അതൊരു പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കെ തന്നെ ഇനി നമ്മുടെ ഗവൺമെന്റ് ഇത് പാർലമെന്ററി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന് വേണ്ടി, ഇതിനു വേണ്ടി അത് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലോ, അതിനൊരു എക്സാമ്പിൾ ആണ് റീസെന്റ് നടന്ന അഗ്രികൾച്ചർ ബില്ലിന്റെ പ്രശ്നം. എത്രത്തോളം പ്രോബ്ലം ഈ ഇടയ്ക്ക് ഉണ്ടായതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പം ഈ ഒരു പ്രശ്നം അന്ന് ഉണ്ടാകാൻ കാര്യം തന്നെ ഈ പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് അന്ന് അവർ ഈ ബില്ല് റെക്കമെൻഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സപ്പോസ് അത് ചെയ്തിരുന്നെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. കാര്യം അവരും ഇതിലൊരു മെമ്പറാണ്, അവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പം അതൊരു പ്രശ്നമാണ്, അത് ഓർത്തു വെക്കുക. ഷോർട്ടേജ് ഓഫ് ടൈം, ദെൻ അഡിക്വേറ്റ് റിസോഴ്സസ്. കാരണം സ്റ്റാഫ് വേണം, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനുള്ള സപ്പോർട്ട് വേണം,
ഫണ്ട് വേണം ഇതൊക്കെ കൃത്യമായി അലോക്കേറ്റ് ചെയ്തിരിക്കണം. പിന്നെ പുവർ റെഫറൽ റേറ്റ്, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. സപ്പോസ് ഗവൺമെന്റ് ഇങ്ങോട്ട് റെഫർ ചെയ്തില്ലെങ്കിൽ എങ്ങനെ പഠിക്കും? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ അഗ്രികൾച്ചർ ബില്ലിന്റെ കാര്യം. മാക്സിമം എക്സാമ്പിൾസും കൂടെ കൊടുക്കാൻ നോക്കുക. ഇത് നിങ്ങളൊരു 3-4 പോയിന്റ് എഴുതിയാൽ മതി. പക്ഷെ അതിനൊന്ന് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട് നോക്കുക. ദെൻ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, അതാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ. ഈ ഒരു ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് മനഃപൂർവ്വം ഡിലേ ആക്കുന്നത്, അതാണ് ട്രാൻസ്പെറൻസി ഇഷ്യൂ. പിന്നെ വേറൊരു പ്രശ്നം, വലിയൊരു പ്രശ്നം, അത് റെക്കമെൻഡറി നേച്ചർ ആണ് എന്നുള്ളതാണ്. കാരണം എന്താ? അതായത് ഇതൊന്നും ബൈൻഡിങ് അല്ല. ഓക്കെ, ഇവരിപ്പോ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്ന് വെക്കുക. പക്ഷെ ഇതൊന്നും ഈ ഒരു ലോയുടെ പാർട്ട് ആക്കിയിരിക്കണം, പ്രൊവിഷൻ ആക്കിയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതെല്ലാം റെക്കമെൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ്, പാർട്ടീഷൻ അലിഗേഷൻ, അതായത് പൊളിറ്റിക്കൽ പാർട്ടി ആണല്ലോ, അപ്പൊ അവർ ആ ഒരു സൈഡ് പിടിച്ചു എന്നുള്ള പ്രശ്നം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എങ്ങനെ റെക്കമെൻഡ് ചെയ്യാം, അതിനെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനുള്ള റെക്കമെൻഡേഷൻസ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഇഷ്യൂസും ചലഞ്ചസും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൊടുത്തേക്കുന്ന ഇഷ്യൂ ഉണ്ടല്ലോ, ഇത് റിസോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന് കൊടുക്കേണ്ട പരിഹാരം. ഓക്കെ, അപ്പം ഈ പുവർ റെക്കമെൻഡേഷൻ എന്നുള്ളത് നമുക്ക് പറയാം, മാക്സിമം കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാനായിട്ട് നോക്കുക, മാക്സിമം എക്സ്പെർട്ടൈസിനെ സെപ്പറേറ്റ് ആയിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ എക്സ്പെർട്ടൈസിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ ഫംഗ്ഷൻ കൊടുക്കാൻ നോക്കുക, മാക്സിമം കാര്യങ്ങള് ബൈൻഡിങ് ആക്കാനായിട്ട് നോക്കുക. അതേപോലെ ഈ ഒരു ടൈം അലോക്കേഷനുള്ളിൽ തന്നെ ഇവര് മാക്സിമം ഫംഗ്ഷൻ ചെയ്തിട്ട് അത് എന്താ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്കൊരു കൊടുക്കാൻ പറ്റുന്നൊരു, നമുക്ക് മറ്റുള്ളവരുടെ ആൻസറിൽ നിന്നും നമ്മുടെ ആൻസറിനെ വ്യത്യസ്തമാക്കി നിർത്തുമ്പോഴാണ് നമുക്ക് എക്സ്ട്രാ ഒരു അരമാർക്കും കൂടെ വീഴുന്നത്, അല്ലെ? പിന്നെ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അഡോപ്റ്റിംഗ് ദ USA മോഡൽ. USA എങ്ങനെയാണ് അവരുടെ കമ്മിറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്, അപ്പം ആ ഒരു മോഡല് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാർലമെന്ററി ഫംഗ്ഷണലിനെ കൂടുതലും ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ കൊടുക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ പീരിയോഡിക് റിവ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ പ്രീ എംപ്റ്റീവ് ആയിട്ടുള്ള സ്ക്രൂട്ടിനി കൊടുക്കുക. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടു സ്ക്രൂട്ടനൈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ ബിഫോർ ദേ ആർ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കണം? ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ഇത് ബിഫോർ നിങ്ങൾ കൊടുക്കും. അപ്പൊ സമയത്തിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ട് ചിന്തിക്കുക. ഈ സാധനമൊക്കെ ഒരു തവണ നിങ്ങൾക്ക് ഇതിന്റെ പോയിന്റ്സ് കിട്ടി, നിങ്ങൾ വൺസ് പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്ഥലത്തല്ല, മൾട്ടിപ്പിൾ ഏരിയയിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ട് കുറച്ച് ടൈം പോയെന്ന് എനിക്കറിയാം. അതുപോലെ ഞാൻ കുറെ സ്ഥലത്ത് നമുക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ടും കുറച്ച് ഡിലേ ആയെന്നറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണെന്ന് ലേറ്റ് ആയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എവിടെയെങ്കിലും ഇനി ഫർദർ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആസ് ഓഫ് നൗ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആസ് ഓഫ് നൗ ആരൊന്നും പറഞ്ഞിട്ടില്ല.